കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അന്ന എന്ന ഒരു കുട്ടിയുടെ മരണവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വാർത്തകളും. അപ്പോൾ നമ്മൾ അറിയാം, ആ കുട്ടി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ആ കമ്പനിയിൽ നിന്നുണ്ടായ പ്രഷറും മൂലം അതിന് എന്താ പറയുന്നത്, ആ കുട്ടിക്ക് കുറേ അതിൻ്റെ വീട്ടുകാരുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ ഒന്നും സമ്പർക്കമില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി അതിൻ്റെ ജീവിതം ആ കമ്പനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ട ഒരു അവസ്ഥ. കാരണം ഒന്ന് വീട്ടിൽ വന്നാൽ പോലും വീട്ടുകാരോട് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റാതെ ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ കുറേ ടാസ്കുകളും അല്ലെങ്കിൽ ഒക്കെ ആ കമ്പനി അവർക്ക് കൊടുക്കുകയും ആ കുട്ടി അതനുസരിച്ച് ഡെഡിക്കേറ്റഡ് ആയിരുന്നത് കൊണ്ട് അതിൻ്റെ പരമാവധി അതിനെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിലെല്ലാം ചെയ്യുകയും, പക്ഷേ എന്നിരുന്നാലും വീണ്ടും ഒരു ചെറിയൊരു ഗ്യാപ്പ് ചോദിക്കുമ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്, നീ ഈ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പ്രഷർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് ഒരു അനാരോഗ്യകരമായ രീതിയിൽ അതിൻ്റെ ഒരു ജീവിതശൈലി മാറുകയും അങ്ങനെയൊക്കെ ആ കുട്ടി ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇതേ സംഭവം ഇതേപോലെ പ്രഷർ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ തൊഴിൽ മേഖലകളിലുണ്ട്. നമുക്കറിയാം, ഇവർക്കൊക്കെ നമുക്ക് ഈ പറയുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന ഈ പറയുന്ന നല്ല ശമ്പളം ഒക്കെ ഓഫർ ചെയ്ത് അങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാലറി നമുക്ക് കിട്ടും, പക്ഷേ നമ്മുടെ ലൈഫ് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവിതശൈലി തന്നെ മാറുകയും പല ആൾക്കാർക്കും ജീവിതശൈലി രോഗങ്ങളുണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കണം. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും നമുക്ക് അസുഖബാധിതരാകുകയും ചെയ്യും. നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഓരോ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ കീഴ്പ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയും ചെയ്യും. ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ പല സുഹൃത്തുക്കളുമുണ്ട്. ബാങ്കിങ് മേഖലയിൽ ആണെങ്കിൽ പോലും വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അവർക്കാണെങ്കിൽ പോലും അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോലും ഇതാണ്, അവർക്ക് പ്രഷർ കൊടുക്കുകയാണ്. ഇപ്പം വരുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുക, അല്ലെങ്കിൽ ടാർഗറ്റ് കൊടുക്കുക. അങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായ പ്രഷറാണ്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. അതായത് ഈ പറയുന്ന ടാസ്ക് തീർത്തില്ലെങ്കിൽ ഏതാണ്ട് ഭൂമി ഇടിഞ്ഞ് വീഴുമെന്നുള്ളൊരു സിറ്റുവേഷൻ. എല്ലാ കമ്പനികളുടെയും മോട്ടീവ് എന്ന് പറയുന്നത് മണി മേക്കിംഗ് ആണ്, ലാഭകരമായിട്ട് പ്രവർത്തിക്കാനുള്ളത്. അതിൻ്റെ കീഴിലുള്ള വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ കാളയെപ്പോലെ പണിയെടുപ്പിക്കുക. അതായത് പുറമെ ചാട്ട കൊണ്ട് അടിച്ച് ഓടറാന്ന് പറഞ്ഞാൽ ഓടണം, ചാടണമെന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പണിയെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ പണിയെടുക്കുമ്പോൾ ഡെഡിക്കേറ്റഡായിട്ട് പണിയെടുക്കുമ്പോൾ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം ഇതുപോലെ തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയ ഒരു പ്രായം എത്തുന്നതിന് മുന്നേ തന്നെ മരണപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു അപകട മരണമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വേറെ എന്തെങ്കിലുമുള്ള രീതിയിലുള്ള മരണമോ അല്ല ഇത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന പ്രഷർ മൂലം ജീവിതശൈലി മാറുകയും അതിനുശേഷം അങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില മരണങ്ങളുമൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് പറ്റത്തില്ല, ഒരു സ്ഥലത്ത് നമുക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോകുക എന്നുള്ളൂ. നമ്മുടെ ആരോഗ്യം നോക്കുക. നാളെയും നമുക്ക് നമ്മുടെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ കാണണം, അല്ലെങ്കിൽ നല്ല ആരോഗ്യപരമായിട്ടിരിക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് മാറിയാൽ നിങ്ങൾക്ക് അടുത്തൊരു കമ്പനിയിൽ ജോലി കിട്ടും. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അത് മുതലെടുക്കുന്ന മുതലാളിമാരുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളത് കണ്ടും കേട്ടും നോക്കിയും കണ്ടും നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഇതെന്ന് പറഞ്ഞാൽ തന്നെ ജോലി ചെയ്തതിന് ശേഷം എങ്ങനെയും പൈസ ഉണ്ടാക്കി അവരുടെ കുടുംബം നോക്കുക, സ്റ്റാറ്റസ് മറ്റുള്ളവരുടെ മുന്നിൽ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ലാത്ത ജോലി, സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരുടെയും ഒരു ഇതാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന പല സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും ഇല്ല, വർക്കേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പല സ്ഥാപനങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഫ്രീഡം ഉണ്ട്, നമുക്ക് ചെയ്യാനുള്ള ജോലിയുമുണ്ട്, അത്യാവശ്യം നല്ല ഫ്രീഡം ഉണ്ട്. എന്താ പറയുക, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില വിഷമങ്ങളും ടെൻഷനുകളും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാനേജേഴ്സിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടത്ത് നിൽക്കും, നമുക്കൊരു സൊല്യൂഷൻ തരും. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഒരു ഫ്രീഡം കിട്ടണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇതുപോലെ പല സ്ഥാപനങ്ങളിലും ഇതുപോലെയല്ല മറ്റു പല സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്ന ആളുകളെ മുതലെടുക്കുന്ന ഒരു
രീതി നമ്മൾ കാണുക. അങ്ങനെ മുതലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ ചാറ് ഊറ്റി അവനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പരുവത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലിക്ക് കയറിയതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യത്തിന് കേടം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ജീവിച്ചാലേ ഉള്ളൂ നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ മുന്നോട്ടേക്കുള്ള ഒരു തലമുറയ്ക്കുമൊക്കെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ മറ്റേ പണിയെടുത്ത് ഒരു ഇതുമില്ലാതെ ജോലി ചെയ്യുന്നത് എന്തിനാണ്? കാശുണ്ടാക്കി അവസാനം ജീവിതം തന്നെ ഇല്ലെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് നിൽക്കാൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് അവിടെ ഓക്കെ എന്ന് കണ്ടാൽ മാത്രം അവിടെ ജോലിയിലൊക്കെ തുടരുക. അല്ലാത്ത പക്ഷം നമ്മളായിട്ട് കാളെ പോലെ പണിയെടുപ്പിക്കുക നമുക്ക് പറ്റുന്നില്ല, നമുക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെറുതെ നമ്മുടെ ആരോഗ്യം കളയാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.